ഹായ്, ഇന്ന് കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന അമിതമായ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പല മാതാപിതാക്കന്മാരെയും ആശങ്കാകുലരാക്കാറുണ്ട്. അവർ പലപ്പോഴും ആ കാര്യത്തിൽ വളരെയധികം ചിന്താകുലരായി മാറുന്നത് നാം കാണാറുണ്ട്. പല കൗൺസിലേഴ്സും കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ നാം എങ്ങനെ വഴിതിരിച്ച് വിടാമെന്നുള്ള കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് നാം കാണാറുണ്ട്. എനിക്കിന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അത്ര വലിയ ഒരു തെറ്റാണോ, അല്ല എങ്കിൽ ഇത്തരം ഡിവൈസുകളിൽ നിന്ന് കുഞ്ഞുങ്ങളെ നാം മാറ്റിയിരുത്തേണ്ടവരാണോ? ഒരു നിമിഷം നമ്മൾ ചിന്തിക്കാം. നാമൊക്കെ 80കളിലെയും 90കളിലെയും കുട്ടികളാണ് ഇന്നത്തെ മാതാപിതാക്കന്മാരല്ലേ. 80കളിലും 90കളിലും നാം ഉപയോഗിച്ചിരുന്ന ടെക്നോളജിയിലല്ല ഇന്ന് നമ്മുടെ കുട്ടികൾ വളരുന്നത്. അന്ന് നാം പഠിച്ചുകൊണ്ടിരുന്ന രീതിയിലല്ല ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമല്ല ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നത്. നമ്മളെക്കാൾ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ വലിയ ജനറേഷൻ ഗ്യാപ്പിലാണ് നമ്മുടെ കുട്ടികളും നമ്മളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം എന്താണോ ശീലിച്ചത് അതേ രീതിയിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെയും വളർത്തിവിടണമെന്ന് ശാഠ്യം പിടിക്കുന്നതിൽ അപകടമുണ്ട് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അറിവുള്ളവർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ കുഞ്ഞുങ്ങളിലുള്ള അമിതമായ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അത് ഒഴിവാക്കേണ്ടതല്ലാത്തതാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അത് ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ നാം ഇന്ന് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ നാം മോണിറ്റർ ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ അവർക്കതിൻ്റെ അവൈലബിലിറ്റി ഇല്ലാതാക്കുകയല്ല ചെയ്യേണ്ടത്. പലപ്പോഴും കുട്ടികൾ ഇന്ന് ചെയ്യുന്നത് എൻ്റർടൈൻമെൻറ്റ് ഒരു മാധ്യമമായിട്ട് മൊബൈൽ ഫോൺ ഇന്ന് റീൽസ് കാണാനും ഗെയിമുകളിലേക്ക് പോകാനും മാത്രമായി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്കിന്ന് അറിയാമല്ലോ, ലോകം അതിശക്തമായ രീതിയിൽ വളർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2Gയിൽ നിന്ന് 4Gയിലും 5Gയിലും എത്തി. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പണ്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഇൻ്റർനെറ്റിൻ്റെ ആ സാധ്യതകളിൽ നിന്ന് മാറി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് എത്തി. നാം ഇന്ന് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ കാലത്തിലെത്തി നിൽക്കുന്നു. ഈ സമയത്തെല്ലാം നാം പണ്ട് പഠിച്ച പാഠപുസ്തകത്തിലെ അറിവുകളിൽ കൂടെ, നാം പണ്ട് ശീലിച്ച രീതികളിൽ കൂടെ മാത്രം നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടാതെ ഇത്തരം ടെക്നോളജിയുടെ അനന്തമായ സാധ്യതകളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ മടങ്ങിപ്പോകാനുള്ള അവസരം നാം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണമായിട്ട് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോൺ എടുത്ത് ഗെയിം കളിക്കാനും അല്ലെങ്കിൽ റീൽസ് ഉപയോഗിക്കാനും മാത്രമായി സമയം ചെലവഴിക്കുന്നുണ്ട് എങ്കിൽ, അതിൽ നിന്ന് മാറ്റി അവരുടെ പഠനത്തിന് ഏറ്റവും അധികം ഉപകാരപ്രദമായ രീതിയിലുള്ള AI ടൂളുകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും അവരുടെ പഠനങ്ങളെ ഏറ്റവും അധികം ആയാസകരമല്ലാതാക്കി മാറ്റുവാൻ അവരെ സഹായിക്കുന്ന AI ടൂളുകൾ, ഉദാഹരണമായി ഇപ്പോൾ നമ്മൾ എല്ലാവരും പോപ്പുലറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ChatGPT പോലെയുള്ളത് നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ, അവരതിനെ ഏറ്റവും ഭംഗിയായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മോണിറ്റർ ചെയ്യുവാൻ നാം പേരൻസിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഇതിൻ്റെ ഉപയോഗം കുഞ്ഞുങ്ങളെ ടെക്നോളജിയിൽ നിന്ന് അജ്ഞരല്ലാതെയാക്കി മാറ്റും. കാരണം നാം 10-20 വർഷം കൊണ്ട് ആർജിച്ചെടുത്ത അറിവുകളെ 1-2 വർഷം കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന അത്ര വലിയ സാധ്യതകളാണ് ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും മൊബൈൽ ഫോണുകളിൽ കൂടെ ഇന്ന് അവൈലബിൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയ മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങളുടെ പഠനത്തെ, കുഞ്ഞുങ്ങളുടെ ഈ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള അറിവുകളെ തല്ലിക്കെടുത്തുന്നവരായി മാറാതെ അവരെ അതിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് അവരെ ഉത്തേജിപ്പിക്കുന്നവരായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ടെക്നോളജി ഉപയോഗിച്ച് അവരുടെ പഠനത്തിലും അവരുടെ ജീവിത നിലവാരത്തിലും അവരുടെ അറിവുകളിലും അവർ ഉയർന്നു വന്നിട്ടുണ്ട് എങ്കിൽ നാം അവരെക്കുറിച്ച് അഭിമാനിക്കുന്നവരായി തീരില്ലേ? ചിന്തിച്ചു നോക്കുക.
പാഠപുസ്തകത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്ന അറിവുകളിൽ കൂടെ ഇന്ന് ഈ കോമ്പറ്റിറ്റീവ് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അത്ര എളുപ്പമായിരിക്കുമെന്ന് കരുതുന്നത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന അവസരത്തെ ഏറ്റവും ഭംഗിയായ രീതിയിൽ അവർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന മാതാപിതാക്കന്മാരായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഞാനിത് എന്തുകൊണ്ടിത് പറയുന്നു എന്ന് കരുതിയാൽ, നാം ഒക്കെ ഒരു ടെക്നോളജിയെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ എടുക്കുന്ന സമയത്തിൻ്റെ 10-1 സമയം പോലും ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമില്ല. കാരണം അവർ അത്രയധികം ഫാസ്റ്റായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ കഴിവുള്ളവരാണ്. അവരുടെ ആ കഴിവിനെ, അവരുടെ ആ നമുക്കിടയിലുള്ള ജനറേഷൻ ഗ്യാപ്പിനെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ നമ്മളിലേക്ക് വലിച്ചിരുത്തുവാനല്ല, അവരിലേക്ക് നടന്നെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അതായത് അവർക്ക് ആവശ്യമില്ലാത്ത മേഖലയിലേക്ക് അവരുടെ സമയം കൊല്ലിയാക്കി മൊബൈൽ ഫോണിനെ ഉപയോഗിക്കുന്ന, ടെക്നോളജി ഉപയോഗിക്കുന്നവരായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറാതെ സമയത്തെ ഏറ്റവും നല്ല രീതിയിൽ, ഫലവത്തായ രീതിയിൽ ഉപയോഗിക്കുന്നവരായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അങ്ങനെ വന്നാൽ ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ദോഷമായിട്ടല്ല, അത് അവർക്ക് വലിയ ഗുണമായിട്ട് മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാനീ പറഞ്ഞ കാര്യം ഓരോരുത്തരും അത് മനസ്സിലാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിവിൻ്റെ പുതിയ വാതിലുകൾ തുറന്നു കൊടുക്കുന്ന നല്ല മാതാപിതാക്കന്മാരായി, ടെക്നോളജിയുടെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പിടിച്ചുയർത്തുന്ന അറിവുള്ള മാതാപിതാക്കന്മാരായി നാം ഓരോരുത്തരും മാറുവാൻ ഇടയാകട്ടെ. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് പഠിക്കാൻ ആവശ്യമായ, അവർ അറിഞ്ഞിരിക്കേണ്ട, അവരുടെ ജീവിതത്തിൽ അവർ ആർജിച്ചെടുക്കേണ്ടതായ അറിവുകളിൽ പലതും ഇന്ന് ഈ ടെക്നോളജി, ഈ ഡിജിറ്റൽ വേൾഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻ്റർനെറ്റ് വേൾഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിച്ചേരുവാൻ ഈ ബാല്യത്തിൽ തന്നെ നമ്മുടെ ശിക്ഷണം അവർക്ക് ലഭിക്കുവാൻ ഇടയാകട്ടെ. നല്ലൊരു ഭാവി, നല്ലൊരു നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഒത്തിരി സ്നേഹത്തോടെ ജിനോ രാജൻ.